എന്താണ് ഹോണ്ടയുടെ 3 ജോയ്സ് ഫിലോസഫി? ഹോണ്ട പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കമ്പനി വിജയിക്കണമെങ്കിൽ കസ്റ്റമേഴ്സ് മാത്രം ഹാപ്പി ആയാൽ പോരാ, എംപ്ലോയീസും ഹാപ്പി ആയിരിക്കണം, ക്രിയേറ്റേഴ്സും ഹാപ്പി ആയിരിക്കണം. അതിനാണ് 3 ജോയ്സ്. ആദ്യത്തേത് ജോയ് ഓഫ് ബൈയിങ് ആണ്. ഹോണ്ട എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസിനാണ്. കസ്റ്റമേഴ്സിന് ഹോണ്ടയുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഫീൽ ചെയ്യേണ്ടത് ഒരു വണ്ടി വാങ്ങി എന്ന ഫീലല്ല, മറിച്ച് ഒരു ഡ്രീം സ്വന്തമാക്കി എന്ന ഫീലാണ്. അത് ഉറപ്പാക്കാനായിട്ട് ഹോണ്ട സ്വീകരിക്കുന്ന 5 മാർഗങ്ങൾ ഇതൊക്കെയാണ്: ട്രാൻസ്പെറൻറ്റ് പ്രൈസിംഗ്, റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ് ബേസ്ഡ് റിലേഷൻഷിപ്പ്, നോ പ്രഷർ സെയിൽസ്, സ്ട്രോങ് ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്. കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് സന്തോഷത്തോടെ വാങ്ങിയാൽ കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റിൽ ഒരു ലൈഫ് ടൈം ലോയലിറ്റി ഉണ്ടാവും. ഇത് ഹോണ്ടയ്ക്ക് നന്നായിട്ട് അറിയാം. രണ്ടാമത്തേതാണ് ജോയ് ഓഫ് സെല്ലിംഗ്. എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കും. എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഡീലേഴ്സിനെ ഹാപ്പി ആക്കാനായിട്ട് ഹോണ്ട സ്വീകരിക്കുന്ന 4 മാർഗങ്ങൾ ഇതൊക്കെയാണ്. എപ്പോഴൊക്കെയാണ് ഒരു എംപ്ലോയി ഹാപ്പി ആവുന്നത്? കമ്പനി എംപ്ലോയി റെസ്പെക്ട് ചെയ്യുമ്പോൾ, സെയിൽസ് പ്രഷർ ഇല്ലാതെ വാല്യൂസ് ഡെലിവറി ചെയ്യാൻ സാധിക്കുമ്പോൾ, അവരുടെ സർവീസിൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, സ്വന്തം പ്രോഡക്റ്റിൽ പ്രൈഡ് ഉണ്ടാകുമ്പോൾ. ഈ 4 കാര്യങ്ങളും ഹോണ്ട എൻഷുർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഹോണ്ടയിൽ സെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുഷല്ല, സർവീസാണ്. ജോയ് ഓഫ് സെല്ലിംഗ് ഇല്ലെങ്കിൽ ജോയ് ഓഫ് ബൈയിങ് ഉണ്ടാവില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മൂന്നാമത്തേതാണ് ജോയ് ഓഫ് ക്രിയേറ്റിംഗ്. പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നവർ ഹാപ്പി ആയിരിക്കണം. അത് എഞ്ചിനീയർ ആകാം, ടെക്നീഷ്യൻസ് ആകാം, ഡിസൈനേഴ്സ് ആകാം. എപ്പോഴൊക്കെയാണ് ജോയ് ഓഫ് ക്രിയേറ്റിംഗ് സംഭവിക്കുക? ഇന്നവേഷൻ ഫ്രീഡം ഉണ്ടാകുമ്പോൾ, ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സിന് പോലും വാല്യൂ കൊടുക്കുമ്പോൾ, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത കൾച്ചർ ഉണ്ടാകുമ്പോൾ. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ബെസ്റ്റ് പോസിബിൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒബ്സെഷൻ ക്രിയേറ്റേഴ്സിനുണ്ടാവും. ഹോണ്ട ഫേമസ് ആകുന്നത് മാർക്കറ്റിംഗ് കൊണ്ടല്ല, ക്രിയേറ്റർ ജോയ് കൊണ്ടാണ്. ഒരു പ്രോഡക്റ്റ് വിജയിക്കുന്നത് ആ പ്രോഡക്റ്റിന് ഒരു സോൾ ഉണ്ടാകുമ്പോഴാണ്. ആ സോൾ ഉണ്ടാകുന്നത് ക്രിയേറ്റർ ജോയ് കൊണ്ടാണ്. ജോയ് ഓഫ് ക്രിയേറ്റിംഗ് മികച്ച പ്രോഡക്റ്റ് തരും. ജോയ് ഓഫ് സെല്ലിംഗ് മികച്ച എക്സ്പീരിയൻസ് നൽകും. ജോയ് ഓഫ് ബൈയിങ് ബ്രാൻഡ് ലോയലിറ്റി നൽകും. ഈ 3 ജോയികളും ബാലൻസ്ഡ് ആയാൽ കസ്റ്റമർ ഓട്ടോമാറ്റിക് ഡിലൈറ്റ്ഫുൾ ആവും. ഇതുപോലുള്ള സെയിൽസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.